വിയർക്കുന്നുണ്ടല്ലോ ആന്റി. ഈ മഞ്ഞ് പെയ്യുന്ന രാത്രിയിലും വിലാസിനെ ആന്റി വിയർക്കോ? ഭയം തോന്നുന്നുണ്ടോ? അതും തൃച്ചംബരത്തിന്റെ മഹാറാണി പാട്ടം കൊതിക്കുന്ന വിലാസിനി മാഡം. നിങ്ങളിങ്ങനെ പേടിക്കുന്ന എന്തിന്? ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഞാനല്ലേ? എനിക്കതില്ലല്ലോ. എന്നാലും പ്രിയങ്കേ, നീ ചെയ്തത് ഒരല്പം കടന്ന കൈയായി പോയി. കാലക്കേടിന് ആരെങ്കിലും ഒരാള് കണ്ടാ മതി, തീർന്നില്ലേ നമ്മുടെ കഥ. ദേ അഖിലയും ആനന്ദും ഒക്കെ നമ്മളെ ജീവനോടെ വിടുവോ? ആരും കാണില്ല, ആരും ആരുടെയും കഥയും കഴിക്കില്ല. പ്രിയങ്കയുടെ കളരിയിൽ ആയോധന കലയും അഭ്യാസമുറകളും മാത്രമല്ല, ആൾമാറാട്ടവും ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ. ഫോണിൽ പറയണ്ടെന്ന് കരുതി. മാത്രമല്ല, ഈ ഒരു ത്രില്ല് അതെനിക്ക് വലിയ ഇഷ്ടം. നമുക്ക് അഖില കാണിക്കുന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം. 25 കോടിയുടെ ചാരിറ്റബിൾ പ്രവർത്തനമെന്ന് ആദായ നികുതിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വെറും 1-2 കോടികളുടെ പ്രവർത്തനമാണ് അഖില നടത്തുന്നത്. ആന്റിക്കറിയോ, ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്ന തുകയ്ക്ക് നികുതി ഇളവുണ്ട്. അഖിലാണ്ടേശ്വരി ചെയ്യുന്നത് അറിയണ്ടേ? 25 കോടിയുടെ നികുതി ഇളവ് കൈപ്പറ്റിയിട്ട് ചാരിറ്റബിൾ പ്രവർത്തനം നടത്തിയത് വെറും 2 കോടിക്കകത്ത്. പാവങ്ങളെ മുൻനിർത്തി അഖില സർക്കാരിനെ വഞ്ചിച്ചത് 23 കോടിയോളം. അതായത് കോടികളുടെ നികുതി വെട്ടിപ്പ്. ഇത് നമുക്ക് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ അഖില നാണം കിടണം. ഇതൊരു സൂപ്പർ ഐഡിയ ഒക്കെയാ. അഖിലയെ ഈ കുരുക്കിൽ പെടുത്തണമെങ്കിൽ ഈ കളരിക്കകത്തുള്ള നിങ്ങളുടെ സഹായം എനിക്ക് വേണം. അതിന് അഖില ഇവിടെ ഒപ്പിടാൻ കൊണ്ടുവരുന്ന ഒറിജിനൽ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെയും ബില്ലുകളുടെയും കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പികൾ വേണം. അത് സൂക്ഷിച്ചിരിക്കുന്നത് ഓഫീസിലല്ല, ഇവിടെ. അത് അഖിലയുടെ ഫയലിൽ നിന്ന് നീ എടുക്കണം. അത് ഞാൻ എടുക്കാം. അത് കയ്യിൽ കിട്ടിയാൽ ഉടനെ അഖിലയുടെ തോൽക്കുന്ന യുദ്ധത്തിന്റെ ശംഖനാഥം മുഴങ്ങും. പ്രിയങ്കേ, പ്രിയങ്കേ, ഇവിടെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. നീ എങ്ങനെ ഇതിന്റെ പുറത്തു പോവും? നഗ്നനേത്രങ്ങളെ മാത്രമല്ല, ക്യാമറയുടെ കണ്ണുകളെയും പറ്റിച്ച് ഇതിനകത്ത് കയറാൻ കഴിയുമെങ്കിൽ കയറിയതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും പ്രിയങ്കയ്ക്ക് അറിയാം. പോട്ടെ, ശുഭരാത്രി. ഗംഗാ, ഗംഗാ. അയ്യോ അഖിലേച്ചി, അഖിലേച്ചി, അയ്യോ പ്രിയങ്കേ. ഗംഗേ, നീ വാതില് തുറന്ന് പുറത്തുനിന്ന് സംസാരിക്ക. അപ്പൊ ഞങ്ങളെ കാണില്ല. ചെല്ലു പോ. എന്താ ഗംഗേ, ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ, അതാൻറ്റി ഉറങ്ങാൻ പോവായിരുന്നു. അകത്താരാ? ആരുമില്ല ആൻറ്റി. എന്നിട്ട് അകത്ത് സംസാരം കേട്ടല്ലോ. അഖിലേച്ചി, നീ എന്താ ഇവിടെ? അത് ഉറക്കം വന്നില്ല. ഉറക്കം വന്നില്ലെന്നോ?
എന്നാ ഗംഗയോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. അവളെ ഉറക്കരുത്, അതാ ഉദ്ദേശമല്ലേ? ആ, ആ. ഗംഗയുടെ പരിഭ്രമം കണ്ടപ്പോഴേ തോന്നി അകത്ത് നീ ഉണ്ടായിരിക്കുമെന്ന്. നീ ഒറ്റ ഒരുത്തിയ ഗംഗയെ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യിക്കുന്നതും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. എനിക്കതറിയാം, ഞാൻ പലപ്പോഴായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്ശോ. ഇവിടുള്ളവരെ വെറുതെ ഉപദ്രവിക്കരുത്. നീ നിന്റെ മുറിയിലേക്ക് പോവും. ഉം. ആ ഗംഗ, ഞാൻ വന്നത് നിന്നോടൊരു കാര്യം പറയാനാ. കല്യാണം മുടങ്ങിയതിനു ശേഷം ഗംഗയുടെ അച്ഛനെയും അമ്മയും കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലല്ലോ. അവരോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ആ ശരി ആന്റി, ഞാൻ പറയാം. ആ, കിടന്നുറങ്ങാൻ നോക്ക്. ആ ഉം. കൂടെ കൊണ്ട് നടക്കാൻ അഖിലയുടെ രക്തം കൊണ്ട് നനയണോ ഇത്? നനഞ്ഞിരിക്കും. പറയുന്നത് നാഗമടുത്ത പ്രിയങ്കയാ. ചോര പുരട്ടും ഞാൻ. അതും കൈയെത്തും ദൂരത്ത് നിന്ന്. ശ്ശോ. ആന്റി, ആന്റി, ഉം. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ടേൺ ഓവർ എത്ര ആന്റി? ആഹാ, ബ്യൂട്ടി പ്രോഡക്ട്സ് വലിയ ലാഭത്തിലാണല്ലോ. അതിനെതിരെ ആ നാഗമഠത്ത പ്രിയങ്ക ഒന്ന് കളിച്ചു നോക്കിയതാ എന്നെ ജയിലിൽ കയറ്റാൻ. ആ കഥയൊന്നും ഗംഗയ്ക്കറിയില്ലല്ലോ. എനിക്കറിയാത്ത കഥ ഏതാ? ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ജയിലിൽ കയറ്റാൻ പറ്റാത്ത എന്റെ കടം തീർക്കാനാ ഇപ്പോഴെന്റെ ശ്രമം. ആ, सेठ जी। हेलो सेठ जी, कैसे हो आप? हाँ हाँ, ओह ओह अच्छा, ठीक है ठीक है।
താങ്ക്സ് ആന്റി. ഹലോ. ആ ആന്റി ഒരു മിനിറ്റ്. ആ പറ. അതെ. പ്രിയങ്ക മാഡം. ഹലോ മാഡം. ആ ഞാനിപ്പോ നിങ്ങളുടെ ന്യൂസ് ചാനലിൽ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് തരുവാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെയിൽ ചെയ്തേക്കാം. ഏറ്റവും അടുത്ത ന്യൂസ് അവറിൽ വന്നിരിക്കണം. ഓക്കെ മാഡം. ന്യൂസ് ടി വിയിൽ വന്ന ശേഷം ഞാൻ വീണ്ടും വിളിക്കാം. താങ്ക് യു മാഡം. ഹലോ. എല്ലാ ഡീറ്റെയിൽസും കിട്ടി. അത് എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിമിഷ നേരങ്ങൾക്കകം അഖിലയുടെ കപടമുഖം ലോകം കാണും. അത് മതി. സർക്കാരിന്റെ നികുതി പണം വെട്ടിക്കുന്നവളാണ് അഖില എന്ന ലോകം അറിഞ്ഞ അതോടെ തീരും അഖിലയുടെ പ്രൗഢി അന്തസ്സും ഒക്കെ. ദേ, നീ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ആ ആരോ കോൾ ചെയ്യുന്നുണ്ട്. തൽക്കാലം നീ കട്ട് ചെയ്തേക്ക്. ശരി. നമസ്കാരം. വീട്ടിൽ നല്ല വൈറ്റ് പെയിന്റ് അടിച്ചിട്ടെന്ന് കേട്ടു. നാട്ടിൽ മൊത്തം പാട്ടാണേ. ഏത് പെയിന്റ് അടിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മ. അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേ. അച്ഛാ. ഗുഡ് മോർണിംഗ് ആന്റി. മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അങ്കിളെ. എല്ലാവർക്കും അറിയണം. കാഴ്ച വെക്കുന്നു നിലവിലേക്ക് എക്സസ് ടോട്ടൽ ബൈക്ക്. സംസ്ഥാനത്തുടനീളം കോവിഡ് വ്യാപനം കൂടുന്നു. എങ്ങും ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നാളെ മുതൽ 2 തീവണ്ടികൾ കൂടി. 26 പുതിയ മരുന്നുകൾ കൂടി ചില നിയന്ത്രണത്തിൽ. ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം വേഗത്തിലാകും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയും പ്രശസ്ത വ്യവസായിയുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ ഞങ്ങളുടെ ചാനലിൽ ലഭിച്ചിരിക്കുന്നു.
കോടികളുടെ കള്ളക്കണക്ക് കാണിച്ചാണ് ഈ നികുതി വെട്ടിപ്പ്. പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയാണ് അഖിലാണ്ടേശ്വരി. പ്രിയങ്ക പറഞ്ഞ വാക്ക് പാലിച്ചു. കോടികൾ ടേൺ ഓവറുള്ള കമ്പനി ഇത്തരത്തിലൊരു നികുതി വെട്ടിപ്പ് നടത്തിയത് വ്യവസായ ശൃംഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷാവർഷം 25 കോടിയോളം രൂപ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്ന വ്യാജ രേഖകൾ കാട്ടിയാണ് ഇത്തരത്തിലൊരു നികുതി വെട്ടിപ്പ് നടത്തിയത് എന്നതിന്റെ പ്രാഥമിക നിഗമനം. TV ഓഫ് ചെയ്തിട്ട് കാര്യമില്ല. ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ആ ചാനലിനെ വെറുതെ വിടരുത്. ചാനലിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അതമ്മേ, അമ്മയുടെ പേര് പറഞ്ഞ് അപമാനിച്ച ആ ചാനലിനെ പൂട്ടിക്കെട്ടിക്കണം. അമ്മ ചാനലിനെതിരെ നിയമ നടപടി എടുക്കുന്നതിന് മുന്നേ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി സത്യം ജനങ്ങളെ അറിയിക്കണം. ഈ ചാനൽ നമ്മളെയും നമ്മുടെ കമ്പനികളെയും അപമാനിച്ചിരിക്കുക. നിയമ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. ഇതങ്ങനെ വിടരുത് ചേച്ചി. എന്നാലും കോടികളുടെ നികുതി വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഈശ്വരാ, എന്തൊക്കെ കേസുകളാണോ ആവോ. അഖിലേ, ആനന്ദ് പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടാൻ നമുക്ക്. കൃഷ്ണേട്ടാ, ഇതിന്റെ പിന്നിൽ ആരാണെന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അഖില, അത് അതെ കൃഷ്ണേട്ടാ, അവളാ ഒന്നാകമടത്ത് പ്രിയങ്ക. ആനന്ദ്, പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുക. കൂടാതെ നമ്മുടെ ഓഡിറ്ററെ കൂടി വിളിക്കണം. ശരിയമ്മേ. എന്തിനാണമ്മ ഓഡിറ്റർ? വേണോ അരവിന്ദ്? ഒന്നും കാണാതെ ഓഡിറ്ററെ കൂടി വിളിക്കണമെന്ന് അമ്മ പറയില്ല. ആന്റി, ഞാനിപ്പോ വരാം.